അപ്പു കരയല്ലേ? ആദ്യം അവളെ ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും നിറഞ്ഞ മിഴികൾ ഉയർത്തി പതിയൊന്ന് നോക്കിയവൾ. നേർത്തൊരു തൂവൽ പോലൊരു പെണ്ണ്. ആദിയുടെ ഉള്ളം വിങ്ങി. ദത്തനുൾപ്പെടെ എല്ലാവരും ഞെട്ടിൽ തന്നെയാണ്. അപ്പു എന്ന് അവൻ വിളിച്ചു കേട്ടപ്പോൾ തന്നെ അവർക്കിടയിലെ ബന്ധത്തിന്റെ തീവ്രതയും ആഴവും തങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു. എന്താണ് ആദ്യമായിട്ടെന്നെ കിളിക്കുഞ്ഞല്ലേ? ഇങ്ങനെ കരയുന്ന എനിക്ക് ഇഷ്ടമുള്ളെന്ന് അറിഞ്ഞൂടെ? പേടിച്ചുപോയി. എന്നെ കൊണ്ടുപോകും. ഞാനുള്ളപ്പോഴോ? ചിരിയോടെ അവളെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു ആദി. മിഴികൾ ഇറുകെ അടച്ചവന്റെ നെഞ്ചിലെ ചൂടിലേക്കും അവിടെ മാത്രം മീരയ്ക്ക് ലഭിക്കുന്ന കരുതലിലേക്കും ഒതുങ്ങി നിന്നവൾ. ചുറ്റുമുള്ള ആളുകളെയും ലോകത്തെയും എല്ലാം വിസ്മരിച്ചു പോയിരുന്നു മീര. അവൻ തീർത്ത പ്രണയത്തിന്റെ തടവറയിൽ മറ്റൊന്നും ചിന്തിക്കാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. മുന്നിൽ നടക്കുന്ന കാഴ്ചയുടെ പൊരുളറിയാതെ അതേ നിൽപ്പ് തന്നെയാണ് ഓരോരുത്തരും. ദത്തന്റെ മിഴികളിൽ ആദ്യത്തെ ഞെട്ടൽ മാറി. അവിടെ ദേഷ്യവും പകയും ഒരുപോലെ നിറഞ്ഞു. മീരയെ തൊട്ട് ആദിയുടെ കൈകളിലേക്ക് വല്ലാത്തൊരു പകയോട് ഉറ്റുനോക്കി നിന്നവൻ. ആദി, ഇവിടെ എന്താ ഈ നടക്കുന്നേ? മീരമോൾ നീയും? ഇന്ദ്രച്ചൻ സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ അയാളെയും വെറുതെ ഒന്ന് നോക്കിയുള്ളൂ ആദി. അതിഥികളൊക്കെ എന്തിനു വേണ്ടിയാണോ വന്നത്? ആ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സമയം കളയാതെ പോവാൻ നോക്ക്. ദത്തിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവളുമായി മുന്നോട്ട് വന്ന് ആദി പറയുമ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവൻ ഉറ്റുനോക്കി. അത് നീ പറഞ്ഞാ മതിയോ? മീര, മര്യാദക്ക് വന്ന് കാറി കയറുന്നാ നിനക്ക് നല്ലത്. മീരക്കരിയിലേക്ക് നടക്കാനാഞ്ഞുകൊണ്ട് ദത്തം പറയുമ്പോൾ അജു അഗ്നിയും അവൾക്ക് മുന്നിലായ ഒരു തടസ്സം പോലെ വന്നു നിന്നു. ദത്തന്റെ കണ്ണുകൾ ചുവന്നു. എന്നും എപ്പോഴും തന്നെ ഭയത്തോടെ മാത്രം നോക്കി നിന്നവൾ ഇന്ന് മുഖമുയർത്തി നോക്കാൻ പോലും ശ്രമിക്കാതെ ഒരുവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അവനെ അടിമുടി എരിച്ചു. ഞാൻ പറഞ്ഞ് കേൾക്കുന്നതാണ് മീര നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ എന്നെ. ദത്തന്റെ സ്വരത്തിൽ ഭീഷണി കൂടി കലർന്നു. മീരൊരു ഞെട്ടലോട് ആദിയിലേക്ക് ഒന്നുകൂടി ചേർന്നു. അവളുടെ കുഞ്ഞുടൽ വിറച്ചു പോയത് ആദി തൊട്ടറിഞ്ഞു. അവളെങ്ങും വരില്ല ദത്ത. അത് പറയാൻ നീ ആരാടാ? അജുവിനെ അഗ്നിയെയും മറികടന്ന് ചീറിക്കൊണ്ട് ദത്തൻ ചോദിക്കുമ്പോൾ വന്യമായൊരു പുഞ്ചിരിയോടെ അവനിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിന്നവൻ. ഹൃദയം തുറന്ന് പുറത്തെടുക്കുന്ന പോലൊരു നോട്ടം. അറിയണോ നിനക്ക്? അത് കേൾക്കാനുള്ള ത്രാണിയുണ്ടോ നിനക്ക്? ചോദിച്ചുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചിരിച്ചു. കണ്ണിലും ചുണ്ടിലും ക്രൂരത ഒളിപ്പിച്ചു വെച്ചുകൊണ്ടൊരു പുഞ്ചിരി. ആദിത്യവർമ്മ, ആൻഡ് ഷീസ് മൈൻ, മിസിസ് ആദിത്യവർമ്മ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എന്റെ ഭാര്യയാണിവൾ. നിയമത്തിന് മുന്നിലും ഈശ്വരന് മുന്നിലുമെല്ലാം ഈ ആദിയുടെ പാതി. എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനായി ആദി പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ പകപ്പോടെ അവരെ നോക്കി നിന്നുപോയി. തലയിൽ ആരോ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ച പോലെ തറഞ്ഞിന്ന് പോയിരുന്നു ദത്തൻ. പ്രേതത്തെ കണ്ട പോലെ ആദിയെ തുറിച്ച് നോക്കിയവൻ. മാധവൻ ആ നിമിഷം ആദിയിൽ കണ്ടത് യമനെയായിരുന്നു. അവനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ മരണവും. ആദിയിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും തീർത്ത ഞെട്ടിൽ നിന്നും പുറത്തു വരാൻ ആർക്കും ആയില്ല. എന്തോ കഥ കേൾക്കുന്ന പോലെ അവനെ മിഴിച്ചു നോക്കി നിൽപ്പാണ് എല്ലാവരും. ഒരുപക്ഷെ പറയുന്ന ആദിയും അവന്റെ കൂടെ നിൽക്കുന്ന മീര ആയതുകൊണ്ട് തന്നെയാണ് ഈ ഞെട്ടൽ. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. ആദിയുടെ നേർവിപരീതമാണ് മീര. അവന്റെ നോട്ടത്തിൽ പോലും ഭയന്നു മാറി നിൽക്കുന്നവരാണ് മാൻഷനിലുള്ളവർ പോലും. ആദിക്ക് അമ്മയെന്നോ അച്ഛനെന്നോ വ്യത്യാസമില്ലതാനും. പക്ഷേ ഇപ്പോൾ മീര അവൻ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ, ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ, മറ്റാരിലും ഇന്നോളം തേടാത്ത തണൽ അവനിൽ അവൾ കാണുമ്പോൾ അവരുടെ ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയുമെല്ലാം അവർക്ക് മനസ്സിലായിരുന്നു. മീര ആദിയുടെ ഭാര്യയാണെന്ന സത്യം തിരിച്ചറിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ജിത്തുവും ആര്യനുമാണ്. ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ വല്ലാത്തൊരു നഷ്ടബോധത്തോടെ നോക്കി നിന്നു പോയിരുന്ന രണ്ടാളും. അവരുടെ നോട്ടം കാണെ ആ അവസ്ഥയിലും അജുവിന് ചിരി വന്നു. എല്ലാത്തിനും അങ്ങനെ തന്നെ വേണമെന്നൊരു ക്രൂരമായ ആനന്ദം അവനിൽ നിറഞ്ഞു. നീ എന്താ പറഞ്ഞേ? അത്ര നേരം നിറഞ്ഞെന്ന ധാർഷ്ട്യം ഇപ്പോൾ ദത്തനിൽ ഉണ്ടായിരുന്നില്ല. എന്താളിയാ ഇത്? ഇവളിത്ര അവകാശത്തോടെ അധികാരത്തോടെ ആശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഊഹിച്ചുകൂടികളിന്ന് ഞാൻ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന്. വല്ലാത്തൊരു ചിരിയോടെ ദത്തന്റെ കണ്ണിൽ ഞെട്ടൽ അത്രയും ആസ്വദിച്ചുകൊണ്ടാണ് ആദിയുടെ പറച്ചിൽ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ കൃത്യം 2 വർഷങ്ങൾക്ക് മുമ്പ് ആദിത്യവർമ്മ എന്ന ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയ എന്റെ പെണ്ണായി ഇവള്. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കഴുത്തിൽ മറച്ചു വെച്ചിരുന്ന താലുകൂടി പുറത്തേക്ക് വലിച്ചിട്ടിരുന്ന ആദി, ഇതൊക്കെ എന്താ? ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താ? മീരമോൾ നിന്റെ ഭാര്യയായിരുന്നെങ്കിൽ ഇവിടെ ആരോടും അത് പറയാതിരുന്ന എന്തുകൊണ്ടാ? ആദ്യത്തെ ഞെട്ടൽ തെല്ലെന്നകുന്നതും മുത്തച്ഛന്റെ വകയായിരുന്ന ചോദ്യം. ബാക്കി ആരും ഒന്നും ചോദിക്കാനോ പറയാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഇവിടെ ആദിത്യവർമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളത്? ഉള്ള ബന്ധങ്ങളൊക്കെ 2 വർഷം മുമ്പേ അവസാനിപ്പിച്ച ഞാൻ
തീർത്തും നിർവികാരമായിരുന്നു അവന്റെ മറുപടി. അത്ര നേരം ഞെട്ടിയുന്നവരൊക്കെയും വല്ലാത്തൊരു വേദനയോടെ അവനെ നോക്കി. ആ അളിയനും വീട്ടുകാരും എന്നാ ഇനി നിന്ന് വൈകിക്കണ്ട. ഈ ലോകത്ത് ഇവളിൽ അവകാശമുള്ളവൻ ഞാൻ മാത്രമാ. എന്റെ കൂടെ അവൾ നിൽക്കൂ. ആദി വീണ്ടും ദത്തിന് നേരെ തിരിഞ്ഞു. ആരും അറിയാതെ എവിടെയെങ്കിലും വെച്ച് താലി കെട്ടിയാ അവൾ നിന്റെ ഭാര്യയാകുവാടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ സമ്മതിക്കില്ല. ആദിക്ക് നേരെ ചീറുമ്പോൾ നിൽക്കുന്ന ഇടവും ആളുകളെയൊക്കെ മറന്നുപോയിരുന്നു ദത്തൻ. വല്ലാത്തൊരു ചിരിയോടെ ആദ്യം അവനെ നോക്കി. എവിടെ വെച്ച് താലി കിട്ടിയാലും ആരെറിഞ്ഞാലും ഇല്ലെങ്കിലും ഇവൾ എന്റെ മാത്രമാ, എന്റെ ജീവൻ. ആദിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത വിധം ശാന്തത നിറഞ്ഞു. അജു ആയുഷ് അവനെ പേടിയോടെ നോക്കി നിൽപ്പാണ്. ദത്തനെ ഇനി ജീവനോട് ആരും കാണില്ലെന്ന് അവർക്ക് ഉറപ്പാണ്.